ഇതുവരെ തെറ്റിദ്ധരിച്ചത് ഈ വളയും ചെയിനും ഒക്കെ അത്യാവശ്യം പവനുണ്ട് എന്നുള്ളതാണ്. ഇത് റോൾഡ് ഗോൾഡ് ആണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ഇതൊക്കെ നമ്മളെ സെമിക്കാത്തതാ. അതൊക്കെ ഇതിന്റെ ഒക്കെ കാരണത്തിലൊക്കെയാണ്. ഞാൻ വിചാരിച്ചു ഞാൻ കഴുത്തിലും കയ്യിലൊക്കെ ഉള്ള കണ്ടപ്പോ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് യൂട്യൂബറായിട്ട് നല്ല കൊണ്ട് ഓണം പോലെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇള്ളത് സ്റ്റാൻഡേർഡ്. കൊച്ചു വീടാണെങ്കിലും നമ്മൾ നല്ല സ്റ്റാൻഡേർഡിൽ നടക്കണം. കുടുംബം അങ്ങനെ നടക്കണം. വീടൊക്കെ കൊച്ചു വീടായിരിക്കും. അല്ല, ഇത് എനിക്ക് ഈ സംസാരം കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഇൻകം ടാക്സുകാരെ പേടിച്ചിട്ടാണോ ഇതൊക്കെ? ഇത് ഒറിജിനൽ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എനിക്കറിയില്ല ഇതിങ്ങനെ ഒറിജിനൽ നോക്കിയാണുള്ളത്. കഴുത്തിലൊരു 10 പവന്റെ മാലയുണ്ട്. 10 പവന്റെ ഒരു മാലയുണ്ട്. ഏകദേശം ഒരു 10 പവന്റെ അടുത്ത് വളയും ഒക്കെ ഉണ്ട്. അതെ, ED എല്ലാവരും ED ആയിക്കോട്ടെ, ഇൻകം ടാക്സ് ആയാലും ശ്രദ്ധിക്കുക. സെലു കിച്ചൺ അല്ലേ? സെലു കിച്ചൺ സ്ഥലം ഫേമസ് ആയി. അപ്പൊ ഈ വളപുരത്തെ രാജകുമാരിനെ എല്ലാരും നെഞ്ചോട് ചേർക്കുക. നന്ദി, നമസ്കാരം. അതെനിക്ക് അറിയാം, എല്ലാരും നെഞ്ചോട് ചേർക്കും. അപ്പൊ എല്ലാരും ഇപ്പൊ മീറ്റപ്പല്ലാത്തന്റെ ഈട് എന്നെ പറ്റിന്റെ ഈട് ഞങ്ങളെ താരായി. അതെ അതെ, സ്റ്റാർ. ആ സ്റ്റാർ ശരി. കണ്ടുമുട്ടാനും സംസാരിക്കാനും കഴിയട്ടെ എന്ന് മനുഷ്യന് നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആക്കിയിട്ടും തരട്ടെ. സന്തോഷമായി ജീവിക്കാം. ഗാന്ധിജി വലിയ ഉദാഹരണമാണ്. ഇന്നും നമ്മളെ ഓർത്തു വെക്കുന്ന ദണ്ഡിയാത്ര അവസാനിക്കുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങള് ഒത്തൊരുമിച്ച്. അപ്പൊ അതേമാതിരി തന്നെ നമ്മളെല്ലാരെയും യാത്രയും ഞമ്മക്ക് ഉള്ളിൽ എന്തുണ്ട് എന്നുള്ളത് ഞമ്മക്കേ അറിയുള്ളൂ. മറ്റുള്ളവരെ നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങളെ ഞമ്മളെ ജഡ്ജ് ചെയ്യണ്ട, പറഞ്ഞാളല്ലേ എല്ലാവരോടും. ഞാൻ എന്താന്നുള്ളത് എനിക്കറിയാന്ന് പറയണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. ഒരുപാട് നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് താത്ത. ആ ഒരു ധൈര്യം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവരെ എല്ലാ പരിപാടികളും സംസാരങ്ങളും എല്ലാം. ഓക്കെ, പിന്നെ ഒരുപാട് കണ്ണീരോട് കാത്തിരുന്ന ഒരു നിമിഷം, എല്ലാവരും തള്ളി പറഞ്ഞിട്ട് ഒരു നിമിഷം, ഒറ്റക്ക് കരഞ്ഞൊരു നിമിഷം, ഒരുപാട് സന്തോഷമായി. ഈ വേദിയിൽ എത്തിപ്പെടാൻ കാരണം പുള്ളറ്റുമാരിക്ക ബോസാണ്. ഒരു യാത്ര ചെയ്യണമെങ്കിൽ ഒരു പേടിയാണ്. പക്ഷെ നമ്മളെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ആ യാത്ര നല്ല രസമുള്ള യാത്രയായിരിക്കും. അങ്ങനെയുള്ള ഒരു യാത്ര ആയി മാറ്റണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നിങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും. ആ പ്രവർത്തനത്തിൽ എല്ലാവരും സജീവമാവുക. ഇനി എന്തെങ്കിലും ഒരു യൂട്യൂബർ, ഇപ്പൊ ഞാനൊരു ഫുഡ് ബ്ലോഗ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ പെട്ടെന്ന് കാണുകയാണ് ഒരു അനീതി. ഞാൻ ചെയ്താൽ ശരിയാവൂല എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്താക്കണം, ഈ കൂട്ടത്തില് മറ്റേ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, കുറച്ച് ഫയറിങ് അങ്ങനത്തെ വിളിച്ചിട്ട് അപ്പൊ അറിയിച്ച് അതിനെന്താക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എനിക്ക് കയ്യൂല അറിഞ്ഞ് നിങ്ങൾ മാറി നിൽക്കരുത്. ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലാക്കിയ വിഷയമാണ്. തൽക്കാലം കേരളത്തിൽ നിങ്ങള് പോലെ ഒരു സമൂഹം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ധൈര്യത്തിൽ നീങ്ങാം. ഒരു അനീതി കണ്ടു കഴിഞ്ഞാല് ഞാൻ ഇന്ന ആളാണ് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുത്താണോ, പിന്നെ ഒരു പേടി ഉണ്ടാവും.
രണ്ടാളും അങ്ങോട്ട് കാണാൻ ആഗ്രഹിച്ചു.